ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പി കാണാം. രാവിലെ ഒരു 5-6 മിനിറ്റിനുള്ളിലൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഹെൽത്തി ക്യാരറ്റ് റൈസാണ് കേട്ടോ. ഈ റൈസിൻ്റെ കൂടെ ഒരു തൈര് സാലഡോ അച്ചാറോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കഴിക്കാൻ. ഇതിന് വേറെ കറിയൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം തന്നെ ഇതുപോലെ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതിന് പകരം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റൈസാണ്. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം ഒന്ന് കാണാം. ഒരു സവോള ഇതുപോലെ അരിഞ്ഞത്, 3 പച്ചമുളക് ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്, 4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ പീസ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഗ്രീൻ പീസിന് പകരം ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ട് ഉരുകി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം അല്ല കേട്ടോ, നമ്മുടെ നോർമൽ ചെറിയ ജീരകമില്ലേ, അതാണിത്. കൂടെ തന്നെ 2 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനോടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് റൈസ് കഴിക്കുമ്പോൾ കാഷ്യൂ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കാഷ്യൂ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. കാഷ്യൂ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി സവോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് സോഫ്റ്റായിട്ട് കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിപ്പോകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ക്യാരറ്റ് വേവുന്നതിനൊപ്പം തന്നെ ഇതും വേവായിക്കോളും. നിങ്ങളിപ്പോൾ സാധാരണ ഉണക്ക ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മസാലയുമായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്ന റൈസ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ക്യാരറ്റും ഗ്രീൻ പീസൊക്കെ വേവായിട്ട് വരും. ഈ സമയത്ത് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച റൈസ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ 2 തവണയായിട്ട് റൈസ് ഇട്ട് കൊടുത്താണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ചൂടാക്കി വേവിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്കും മുതിർന്നവർക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴായാലും കൊടുത്തയക്കാവുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇതിലേക്ക് വേണ്ട റൈസ് തലേ ദിവസം തന്നെ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചാൽ രാവിലെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. തൈര് സാലഡോ അച്ചാറോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ മതി ഇതിനൊപ്പം കൂട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.